നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ വാളകത്ത് അന്യസംസ്ഥാന തൊഴിലാളി മരണമടഞ്ഞത് ആൾക്കൂട്ട മർദ്ദനത്തെ തുടർന്നെന്ന് പോലീസ്. ഇക്കഴിഞ്ഞ രാത്രിയാണ് ഇതര സംസ്ഥാന തൊഴിലാളിയായ അശോക് ദാസ് മരണമടഞ്ഞത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് ഇത്തരത്തിൽ 10 പേർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. രാത്രിയിൽ പെൺസുഹൃത്തിന്റെ വീട്ടിലെത്തിയതിന് ആൾക്കൂട്ടം കെട്ടിയിട്ട് മർദ്ദിച്ച ഇതര സംസ്ഥാന തൊഴിലാളി ആശുപത്രിയിൽ മരിച്ചു. CPI മുൻ പഞ്ചായത്തംഗം ഉൾപ്പെടെ 10 പേർ പോലീസ് കസ്റ്റഡിയിലായി. ഹോട്ടൽ തൊഴിലാളിയായ അരുണാചൽ പ്രദേശ് സ്വദേശി അശോക് ദാസ് ആണ് മരിച്ചത്. കഴിഞ്ഞ 4-ന് രാത്രി 10-ഓടെ മൂവാറ്റുപുഴ വാളകം പഞ്ചായത്ത് 12-ാം വാർഡിലെ നെല്ലാട് റോഡിലാണ് സംഭവം. ഏതാനും ആഴ്ച മുൻപ് വരെ വാളകത്തെ രുചിക്കൂട്ട് എന്ന ഹോട്ടലിൽ ചൈനീസ് കുക്കായി ജോലി ചെയ്തു വരികയായിരുന്നു അശോക് ദാസ്. ഇതേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന മലയാളിയായ പെൺസുഹൃത്തിന്റെ വീട്ടിലാണ് ഇയാൾ എത്തിയത്. പെൺകുട്ടികൾ മാത്രം വാടകയ്ക്ക് താമസിക്കുന്ന വീടാണ് ഇത്. ഇയാൾ ഇവിടെ എത്തിയതിന് പിന്നാലെ ഹോട്ടൽ ജീവനക്കാരിയായ പെൺകുട്ടി ജോലിക്ക് പോയി. എന്നാൽ പോയ ആളെ അവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടി താമസിക്കാതെ തിരിച്ചു വിളിച്ചു. പിന്നാലെ പെൺകുട്ടികളുമായി തർക്കമുണ്ടാകുകയും ഇതര സംസ്ഥാന തൊഴിലാളി മുറിക്കകത്തെ ഷോക്കേസിൽ ആഞ്ഞിടിക്കുകയും ചെയ്തു. ഇടിയുടെ ആഘാതത്തിൽ കൈമുറിഞ്ഞ് രക്തം വാർന്നൊഴുകി. തുടർന്ന് ഇയാൾ പുറത്തേക്ക് പോയി. രക്തമൊലിക്കുന്ന കൈയുമായി നടന്നു നീങ്ങിയ ഇതര സംസ്ഥാന തൊഴിലാളിയെ കണ്ട അയൽവാസികളിൽ ചിലർ വിവരം മറ്റുള്ളവരെ അറിയിച്ചു. ഇതോടെ ഒരു സംഘമെത്തി ഇതര സംസ്ഥാന തൊഴിലാളിയെ പിടിച്ചുകെട്ടി. ഈ സമയം ഇയാളെ മർദ്ദിച്ചതായും പറയപ്പെടുന്നു. ഓടി രക്ഷപ്പെടാതിരിക്കാനാണ് കെട്ടിയിട്ടതെന്നും ആരും മർദ്ദിച്ചിട്ടില്ലെന്നും സമീപവാസികൾ പറഞ്ഞു. ഞങ്ങൾ നോക്കുമ്പോൾ ഒരു ബായി ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുകയാണ്. വെറുതെ കുളിച്ച ഒരാൾ നിൽക്കുന്നു. അപ്പോൾ എൻ്റെ കൊച്ചും കൂട്ടുകാരും ചോദിച്ചു, നീ എന്താ ഇവിടെ വന്ന് നിൻ്റെ മേത്ത് എന്താ ചോരാന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞ ആക്സിഡൻറ്റ് പറ്റിയതാണെന്ന് പറഞ്ഞത്. അപ്പോൾ നീ എന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ മുകളിൽ ഒരു ഫ്രണ്ടിനെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഇവനെ അവിടെ ഇരുത്തി, നടക്കലേക്ക് ഇരുത്തി. അന്ന് ഇത്രയും ബ്ലഡ് കണ്ടു കഴിഞ്ഞപ്പോൾ പോലീസിൽ അറിയിക്കാൻ പോലീസ് വന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടെ ഇരുത്തി. അപ്പോൾ അവനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ എണീറ്റ് ഓടി കഴിഞ്ഞിട്ട് ആൾക്കാർ പോയി പിടിച്ച് അവനെ ഇവിടെ ഈ തൂണി കൊണ്ടുവന്ന് കെട്ടിയിട്ടു. അവൻ ഓടിപ്പോകാതിരിക്കാം, പോലീസ് വരുമാർ ഓടിപ്പോകാതിരിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കെട്ടിയിട്ടത്. പിന്നെ പോലീസ് വന്നു എല്ലാം ചോദിച്ചു. പിന്നെ ആ വാടകയ്ക്ക് താമസിക്കുന്ന പെൺപിള്ളേരെയും ചോദിച്ചു. അവർ പേഴ്സണലായിട്ട് സാറിനോട് സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് പോലീസ് ആ വീട്ടിലേക്ക്, അവരുടെ വീട്ടിലേക്ക് പോയി. അത് കഴിഞ്ഞ് വന്ന് ഇവർ ആംബുലൻസിൽ പോലീസിൻ്റെ വണ്ടി തന്നെ ഈ ആളെ കയറ്റി കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ കയ്യിൽ ചെറിയ മുറിവ് മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും മറ്റുള്ള പരിക്കുകൾ ആൾക്കൂട്ട ആക്രമണത്തിലൂടെ ഉണ്ടായതാണെന്നും പെൺകുട്ടികൾ പോലീസിന് മൊഴി നൽകി. വീട്ടിൽ നിന്നിറങ്ങുന്നത് കണ്ട അയൽവാസികളുടെ വിവരവും ഇവർ പോലീസിന് കൈമാറി. അവശനായിരുന്ന അശോക് ദാസിനെ ആദ്യം മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലും പിന്നീട് കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചു. പിന്നാലെ മരണം സംഭവിച്ചു. പെൺകുട്ടികൾ നൽകിയ മൊഴിയിൽ പറഞ്ഞവരെ രാത്രി തന്നെ കസ്റ്റഡിയിലെടുത്തു. മറ്റുള്ളവരെ വീട് വളഞ്ഞും മറ്റും പിടികൂടി. ഒമാനിയ മൊബൈൽസ്, AM റോഡ്, പെരുമ്പാവൂർ, PO ജംഗ്ഷൻ, മൂവാറ്റുപുഴ.